നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കഅബയുടെ മുകളിൽ നേരെ സൂര്യൻ, കിബില കൃത്യമായി കണ്ടുപിടിക്കാം. ജിദ്ദയിൽ സൂര്യൻ നേരെ കഅബയുടെ മുകളിലെത്തിയ അപൂർവമായ നിമിഷം മസ്ജിദുൽ ഹറമിൽ കണ്ടു. ഇത് കിബിലയുടെ ദിശ കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുമെന്ന് ജിദ്ദ ആസ്ട്രോണമി സൊസൈറ്റി അറിയിച്ചു. GCC സ്റ്റോക്ക് മാർക്കറ്റിൽ വിദേശ നിക്ഷേപം വർദ്ധിച്ചു. 2025 രണ്ടാമത്തെ പാദത്തിൽ GCC രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിദേശികൾ $4.2 ബില്യൺ നിക്ഷേപിച്ചു. ഇത് മുൻപത്തെ അപേക്ഷിച്ച് 50% സൗദിയും UAEയും നിക്ഷേപത്തിൽ മുന്നിൽ. സൗദിയിൽ 1.4 ബില്യണും UAEയിൽ 1.33 ബില്യണും നിക്ഷേപം കയറിപ്പോയി. ഖത്തർ, ദുബായ്, കുവൈത്ത് എന്നിവിടങ്ങളിലും വളർച്ച രേഖപ്പെടുത്തി. 3 GCC നിക്ഷേപ ഫണ്ടുകൾ ട്രില്യൺ ക്ലബിൽ. സൗദിയുടെ PIF, UAEയുടെ ADIA, കുവൈത്തിന്റെ കിയ എന്നീ 3 നിക്ഷേപ ഫണ്ടുകളും $1 ട്രില്യൺ മുകളിലെത്തിയെന്ന് റിപ്പോർട്ട്. GCC പൗരന്മാർക്ക് ബഹ്റൈനിൽ ഇൻഷുറൻസ് ആനുകൂല്യം. GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബഹ്റൈൻ സോഷ്യൽ ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കാൻ സർക്കാർ നിയമം കൊണ്ടുവന്നു. GCCയിൽ ജോലി അവസരങ്ങൾ കൂട്ടുന്നു. ജൂൺ മാസത്തിൽ മാത്രം 17,000 ഓൺലൈൻ ജോലി പോസ്റ്റുകൾ GCC രാജ്യങ്ങളിൽ. ഇത് തൊഴിൽ വിപണിയിൽ പുത്തൻ ആവേശം പകരുന്നു. GCC നിവാസികൾക്ക് സൗദിയിലെ തദാവൂൾ മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപം. UAEയും മറ്റ് GCC രാജ്യങ്ങളിലെ നിവാസികൾക്കും ഇനി സൗദിയുടെ തദാവൂൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപിക്കാൻ അനുമതിയുണ്ട്. ഒമാൻ കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ പദ്ധതി ഒരുക്കുന്നു. ഒമാനിൽ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. രാജ്യത്തെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. GCCയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് വർദ്ധിപ്പിച്ച അവസരങ്ങൾ. ഇന്ത്യൻ വംശജർക്ക് GCCയിൽ ജോലി അവസരങ്ങൾ 8 മുതൽ 10% വരെ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയിലെ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾക്ക് സർക്കാർ പിന്തുണ. GCC കമ്പനികൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന GCCകൾക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ പിന്തുണ നൽകുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയിലെ GCCകളുടെ മൂല്യം പകുതിയേറെ ട്രില്യണിലെത്തും. ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ട് പ്രകാരം അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ GCC സെക്ടർ 0.5 ട്രില്യൺ GVA വരെ എത്തും. ഗൾഫ് റെയിൽവേ പദ്ധതി 2030 പൂർണ്ണമാകും. 2177 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗൾഫ് റെയിൽവേ പദ്ധതി 2030 പൂർത്തിയാക്കാനാണ് പുതിയ ലക്ഷ്യം. ഗതാഗതത്തിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.